എൻ്റെ ഈ കഷ്ടപ്പാടിനൊക്കെ എന്നാണ് ഒരു ശമനം ഉണ്ടാകുന്നത്? പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനാ നിയോഗങ്ങൾ തന്നെ ഈ കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മാറി കുറച്ച് സ്വസ്ഥമാകാനായിട്ടല്ലേ? ഇന്നത്തെ സുവിശേഷത്തില് തന്റെ ഉത്ഥാനത്തിന് മുമ്പുള്ള സഹനങ്ങളെ പറ്റി ഈശോ ശിഷ്യന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പത്രോസ് പറയാണ്, ഈ സഹനങ്ങൾ നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളത്. ഈശോനെ വിളിക്കുന്നത് സാത്താനെ എന്നാണ്. കാരണം ദൈവത്തിന്റെ പദ്ധതിക്ക് നീ തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ്. ചില സഹനങ്ങളൊക്കെ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. കരഞ്ഞു തീർത്ത നിന്റെ രാത്രികളൊക്കെ ഇല്ലേ, എന്തിനാണ് ഇപ്പോൾ ഈ സഹനം, എന്തിനാണ് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്നൊക്കെ നീ ചോദിച്ചിട്ടില്ലേ? നീ ഓർക്കണം, ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണിത്. വചനം പറയാണ്, സ്വന്തം കുരിശു വഹിക്കാതെ ഈ സഹനം ഏറ്റെടുക്കാതെ ആർക്കുമൊന്നും എൻ്റെ ശിഷ്യനായിട്ട് തീരാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളത്. ഈ സഹനങ്ങൾ മുഴുവൻ ഞാൻ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഒരു ഉയർപ്പുണ്ടാകത്തുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് ഈ സഹനത്തെ മാറ്റി നിർത്തി സഹനമില്ലാത്ത ഒരു ഉയർപ്പിനെ പറ്റി നീ ചിന്തിച്ചാൽ അത് ശരിയല്ല.